ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും സ്നേഹവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾ പുതുവർഷം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളി, സവോള, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സാമ്പാർ ചീര, 3 ചില്ലി, ഗ്രീൻ ചില്ലി, അതായത് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ പൊട്ടറ്റോ മോനൊക്കെ ഇഷ്ടമായതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. സാമ്പാർ ചീര ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള സാമ്പാറായിരിക്കും. ഇതെല്ലാം നല്ലവണ്ണം കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കത്തിരിക്കയും വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് കത്തിരിക്ക വെള്ളത്തിലിടുന്നത് അതിൻ്റെ കറ പോകാനാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചേർത്ത് വേവിച്ച് വെച്ചതാണ്. ആ പരിപ്പിനുള്ളിലേക്ക് തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇടണ്ട, ഒന്നിച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടാൽ മതി. എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് അല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കത്തിരിക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും ഇട്ട് കൊടുത്ത് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള കഷ്ണങ്ങളൊന്നും ഞാൻ ഇതിലിടുന്നില്ല. വെള്ളരിക്ക അങ്ങനത്തെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തുടയുന്നിടം വരെ വേവിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി കുറച്ച് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. സാമ്പാർ പൊടിയും അതുപോലെ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ കഴിഞ്ഞപ്പോൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ പൊടികളെല്ലാം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം എടുക്കരുത്, ചെറിയ ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിക്കോണം. എനിക്ക് ഉപ്പ് പാകത്തിനുണ്ടായിരുന്നു. കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് കടുക് വറുത്തിട്ടാൽ മതിയാകും. കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ടാൽ സാമ്പാർ റെഡിയായി. നല്ല ടേസ്റ്റിയാണ് ഇത്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ചോറിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്